രാഹുൽ മാങ്കൂട്ടത്തോടും അതേപോലെ തന്നെ അബിൻ മർക്കിയോടും നമുക്ക് പറയാനുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും കോളനിവൽക്കരിക്കപ്പെട്ട് അടിമകളാക്കപ്പെട്ട ജനതയുടെ സ്വാതന്ത്ര്യാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഫാസിസ്റ്റ് യുദ്ധ വിജയം പ്രധാനപ്പെട്ട വഴിയായി എന്ന കാര്യം നമ്മൾ കാണണം. കൂടുതൽ വിശദമായി ഈ വിഷയത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സോഷ്യലിസം അത് സൂചിപ്പിക്കാതെ സോഷ്യലിസം ആണ് എപ്പോഴും ഫാസത്തിന് ബദല്. പല ആൾക്കാരും ഫാസത്തെ പ്രതിരോധിക്കണമെങ്കിൽ കൃത്യമായ വർഗ നിലപാടുണ്ടാവും. 70 ലക്ഷം മനുഷ്യർ മരിച്ചു. അത് മാത്രമാണോ, 270 നഗരങ്ങളാണ് നാസി സേനയുടെ ബോംബിങ്ങിൽ തകർന്നുപോയത്. 70,000 ഗ്രാമങ്ങളാണ് ഇല്ലാതായത്. 250 ലക്ഷം ഭവനങ്ങളാണ് ഇല്ലാതാക്കപ്പെട്ടത്. തുറമുഖങ്ങൾ, നാഷണൽ ഹൈവേകൾ, എയർപോർട്ടുകൾ എല്ലാം തകർത്തു. ഗോർബച്ചോവിന്റെ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക അവതരിപ്പിച്ച സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPSUവിന്റെ 28ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രഭാത് എന്ന് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.